കഥയാരംഭിക്കുന്നത് ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. അന്ന് അവിടുത്തെ താമസക്കാരനായ അജിത്തിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി അരങ്ങേറുകയായിരുന്നു. അജിത്തിന്റെ ഭാര്യ ധന്യയും ആ കമ്മ്യൂണിറ്റിയിലെ കുറേയധികം പേരും ആ പാർട്ടിയിലുണ്ട്. പാർട്ടിക്ക് വന്നിരുന്ന ഒരു കപ്പിൾസ് അജിത്തിനെയും ധന്യയെയും കണ്ട് ധന്യയ്ക്ക് ഇതിലൊന്നും വലിയ തൃപ്തിയില്ലെന്ന് തോന്നുന്നല്ലോ എന്ന തരത്തിൽ അഭിപ്രായം പറഞ്ഞു. കാര്യം ശരിയായിരുന്നു. ധന്യയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണപ്പെട്ടിരുന്നില്ല. അജിത്തും ധന്യയും തമ്മിൽ കുടുംബജീവിതത്തിൽ പല അസ്വാരസ്യങ്ങളുമുണ്ട്. പതിവ് പോലെ കേക്ക് മുറിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ സഭ നേരെ കള്ളുകുടി പാർട്ടിയിലേക്ക് തിരിഞ്ഞു. അജിത്തുമായി അടുത്ത ബന്ധമുള്ള കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആണുങ്ങൾ ചേർന്ന് മദ്യപിക്കലൊക്കെ ഇതുപോലുള്ള പാർട്ടിക്ക് പതിവായിരുന്നു. എല്ലായ്പ്പോഴും ഉള്ള പോലെ ഓരോരോ പരദൂഷണവും മറ്റും പറഞ്ഞ് അവരുടെ വെള്ളമടി പാർട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ സ്ത്രീ വിഷയവും കടന്നു വന്നു. ആ കൂട്ടത്തിൽ ലിങ്കൻ എന്ന പേരുള്ള ഓൺലൈൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. പൊതുവെ ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന സ്ത്രീകളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിനോക്കി അത് സഭയിൽ വിളമ്പി സന്തോഷം കണ്ടെത്തലാണ് ലിങ്കന്റെ പ്രധാന വിനോദം. അന്നും ലിങ്കൻ അതുപോലുള്ള കഥകൾ ഉന്നയിച്ചു. കൂട്ടത്തിൽ സഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തി അജിത്ത് ഭാര്യയും കൊണ്ട് യൂറോപ്പിൽ ട്രിപ്പ് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. ഒരു ഉപ്പുചാക്കും ചുമന്നുകൊണ്ട് തൃശൂർ പൂരം കാണാൻ പോയ അവസ്ഥയായിരുന്നു എന്നായിരുന്നു ചിരിയോടെയുള്ള അജിത്തിന്റെ മറുപടി. അത് കേട്ടവരും ചിരിക്കുകയും ചെയ്തു. കൃത്യം ഈ സമയത്താണ് അവർക്കുള്ള ടച്ചിങ്സുമായി ധന്യ കയറി വരുന്നത്. അജിത്തിന്റെ പറച്ചിൽ ധന്യയും കേട്ടിരുന്നു. ധന്യയുടെ അടുത്ത് നിന്ന് ടച്ചിങ്സ് വാങ്ങി ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ അജിത്ത് ശ്രമിച്ചെങ്കിലും ധന്യ കുതറിമാറി അവിടെ നിന്ന് പോന്നു. ചേച്ചിക്ക് വിഷമമായി കാണുമെന്നാ തോന്നുന്നേ, ലിങ്കൻ അഭിപ്രായം പറഞ്ഞു. ചേച്ചിയുടെ വിഷമമൊന്നും നീ അന്വേഷിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നായി അജിത്തിന്റെ മറുപടി. മൊത്തത്തിൽ മെയിൽ ഷോവിനിസമുള്ള ഈഗോ ഉള്ള വ്യക്തിയായിരുന്നു അജിത്ത്. അജിത്തിനെ സഹിച്ച് മകളെയും നോക്കി ധന്യ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. രണ്ടുപേരും കുറച്ചു നാളുകളായി രണ്ടു മുറിയിലുമാണ്. അന്ന് കുറച്ചു കഴിഞ്ഞ് ധന്യ കിടക്കുന്ന മുറിയിലേക്ക് അജിത്ത് വന്നു. തലവേദന എടുക്കുകയാണ്, എന്നെന്താ ഉറങ്ങാത്തത് എന്ന ചോദ്യത്തിന് ധന്യ മറുപടി പറഞ്ഞപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന അജിത്ത് കുറച്ച് അമൃതാഞ്ജനെടുത്ത് ധന്യയുടെ നെറ്റിയിൽ പുരട്ടിക്കൊടുക്കാൻ പോയി. പക്ഷേ മദ്യപിച്ച് ലക്ക് കെട്ടിയിരുന്ന അയാൾ നെറ്റിക്ക് പകരം അമൃതാഞ്ജൻ തേച്ചത് ധന്യയുടെ കണ്ണിലാണ്. അസ്വസ്ഥത ധന്യ ഓടി ബാത്റൂമിൽ പോയി കണ്ണു കഴുകി. അജിത്തും ചെറിയൊരു വല്ലായ്മയിൽ പുറത്തേക്ക് പോയി. ഇതേ അജിത്തിന്റെ തൊട്ടയൽക്കാരായിട്ടായിരുന്നു മറൈൻ എഞ്ചിനീയറായിട്ടുള്ള ഉണ്ണിയും ഭാര്യ റോഷിയും എത്തുന്നത്. ശ്രീകുമാരൻ ഉണ്ണി 6 മാസം കടലിലായിരിക്കും. 6 മാസം ലീവുള്ളതുകൊണ്ട് വീട്ടിൽ മകളെയും നോക്കി ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ അടിച്ചുപൊളിച്ചു ജീവിക്കും. റോഷിക്ക് ആ അടുത്ത് അവിടെ ഒരു കോളേജിൽ ജോലി ലഭിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ അങ്ങോട്ടേക്ക് താമസം മാറി എത്തിയത്. റോഷിയും ശ്രീകുമാരനുണ്ണിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഹെൽത്തി ഫാമിലി എന്ന് തന്നെ വിളിക്കണം. അത്രമേൽ സ്നേഹത്തോടെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള നല്ലൊരു കപ്പിൾസ് ആയിരുന്നു അവർ. അവരുടെ ഈ സ്നേഹമൊക്കെ ധന്യ പലപ്പോഴും നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളും ഉണ്ണിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മകളെ നോക്കുന്നത് ഉണ്ണി ആയതുകൊണ്ട് തന്നെ താമസമായി കുറച്ചു കഴിഞ്ഞതും മകൾക്കായി ഗാർഡനിൽ ഉണ്ണി ഒരു ഊഞ്ഞാല് കെട്ടി. കമ്മ്യൂണിറ്റിയിലെ മറ്റു കുട്ടികൾ ഊഞ്ഞാലാടുവാൻ അങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. പിന്നാലെ അവരുടെ അമ്മമാരും. വളരെ നല്ല മനുഷ്യനായിരുന്ന ഉണ്ണി വളരെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീകളുമൊക്കെയായി അടുപ്പത്തിലാവുകയാണ്. അവർക്കൊക്കെ ഉണ്ണി എന്ന വ്യക്തിയുടെ സംസാരവും പെരുമാറ്റവുമൊക്കെ നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ധന്യ മാത്രം അങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നില്ല. മുകളിൽ നിന്നും മറ്റും ധന്യ ഇത് നോക്കിക്കാണുന്നത് പലപ്പോഴും ഉണ്ണി ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഉണ്ണി വന്ന് താമസമായി കുറച്ച് നാളുകൾ കഴിഞ്ഞ ശേഷം ഒരു ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പരിപാടി നടക്കുകയാണ്. അന്നും അജിത്തിന്റെയും സംഘത്തിന്റെയും വെള്ളമടി പാർട്ടി ചേർന്നിരുന്നു. ഉണ്ണി ഇങ്ങനെ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെയായി സൗഹൃദത്തിലാവുന്നതും ഹീറോയെ പോലെ നടക്കുന്നതുമൊന്നും ലിങ്കനെ തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിയാളത്ര ശരിയല്ല, അവനിവിടുത്തെ എല്ലാ പെണ്ണുങ്ങളുമായി വലിയ അടുപ്പത്തിലാണ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവർ കേറാതെ നോക്കിക്കോ എന്ന തരത്തിൽ ലിങ്കൻ പറഞ്ഞു. അജിത്തിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അജിത്ത് ലിങ്കന് നീ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് കനത്തിയൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതോടെ തന്റെ വാദം ന്യായീകരിക്കാൻ അന്ന് ഫെസ്റ്റിവൽ സമയത്ത് താൻ റെക്കോർഡ് ചെയ്തെടുത്തൊരു വീഡിയോ ലിങ്കൻ അവരെ കാണിച്ചു. ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീ പുറത്തു നിൽക്കുമ്പോൾ ഉണ്ണി അവരെയും വിളിച്ച് വീടിനകത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ഉണ്ണിയുടെ ഭാര്യയും മകളുമൊക്കെ ആ സമയം വീടിനകത്തില്ല എന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ആരുമില്ലാത്തപ്പോ അവനെന്തിനാ അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയത് എന്ന മട്ടിലായി ലിങ്കന്റെ ചോദ്യം. അത് കേട്ട് അജിത്തേട്ടനടക്കം ബാക്കിയുള്ളവർക്ക് അസൂയയും ചെറിയൊരു കുരുവും പൊട്ടുന്നുണ്ട്. ഇതേ സമയം മറുവശത്ത് ധന്യയും ഉണ്ണിയുടെ ഭാര്യ റോഷിയും മറ്റുള്ളവരും ഇരുന്ന് വട്ടം കൂടി സംസാരിക്കുകയായിരുന്നു. ഉണ്ണിയെപ്പറ്റി ഇവര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ റോഷിയോടും അവർ ഉണ്ണിയെപ്പറ്റി ചോദിച്ചു. ഉണ്ണി വളരെ നല്ലൊരു ലിസണറാണെന്നും വളരെ ഓപ്പൺ ആയിട്ടുള്ള വ്യക്തിയാ, സംസാരിക്കുന്നതൊക്കെ കേട്ടിരിക്കും എന്ന മട്ടിൽ റോഷിയും നല്ല അഭിപ്രായം പറഞ്ഞു. ഇക്കാലത്ത്
നമ്മളെ കേട്ടിരിക്കുന്ന ഒരാളുണ്ടാവുന്നത് തന്നെ വലിയ ഭാഗ്യമാ എന്നായിരുന്നു ധന്യയുടെ മറുപടി. കുറച്ചു കഴിഞ്ഞ് ഉണ്ണിക്കടുത്തു വന്ന് അവിടുത്തെ മറ്റു സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കാൻ ആരംഭിച്ചു. റോഷിയും അത് കാണുന്നുണ്ട്. പക്ഷെ ഉണ്ണിയെ അറിയാവുന്ന റോഷിക്ക് അതൊരു കുഴപ്പമായിരുന്നില്ല. ചിരിയോടെ അവൾ ഉണ്ണിയെ നോക്കി. അപ്പോഴാണ് കള്ളുകുടി സംഘത്തിലെ അജിത്തും കൂട്ടുകാരും ദേഷ്യത്തോടെ ഉണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോഷിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകണ്ട് റോഷിയുടെ മുഖമൊന്നു മാറുന്നുണ്ട്. ഈ സമയത്തായിരുന്നു കള്ളുകുടി സംഘത്തിലെ വിവേക് എന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ തന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കുന്നത്. അതിൽ ഉണ്ണിയുടെ ലൈക്കും കമന്റും കാണുന്നതോടെ അയാൾക്കൊരു ദേഷ്യം വന്നു. ഏതൊരു പെണ്ണിനെയും പെട്ടെന്ന് വളച്ചെടുക്കുന്ന ഉണ്ണി തന്റെ ഭാര്യയെയും ടോൺ ചെയ്യുകയാണോ എന്നൊരു പേടി അയാൾക്ക് തോന്നിയിരുന്നു. അന്നത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ റൂമിലേക്ക് ഉണ്ണി എത്തുമ്പോൾ അജിത്തും കൂട്ടുകാരുമായിട്ട് ഉണ്ണിക്കെന്താ കമ്പനിയില്ലേ എന്ന് റോഷി തിരക്കി. ഇല്ലെന്നും അവര് നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരല്ല എന്നുമായിരുന്നു ഉണ്ണിയുടെ മറുപടി. ഇങ്ങനെ പോയാൽ ചിലപ്പോ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആൾക്കാർ പലതും പറയും എന്നും റോഷി ഉണ്ണിയെ വാൺ ചെയ്തു. അതൊക്കെ വിട്ടുകളയെന്നേ എന്ന മട്ടിലായിരുന്നു ഉണ്ണി റോഷിയോട് പറഞ്ഞത്. ശേഷം റോഷിയെ ഉണ്ണി ഒരു ഡ്രിങ്ക് കഴിക്കാൻ ക്ഷണിച്ചു. പക്ഷേ തനിക്ക് താല്പര്യമില്ല, ഉറങ്ങാൻ പോകുന്നെന്നായിരുന്നു റോഷിയുടെ മറുപടി. റോഷിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉണ്ണി ഒരു മോക്ടെയിൽ മിക്സ് ചെയ്യാൻ പോയി. ധന്യയുടെ അടുക്കളയുടെ ഭാഗത്തോട് ചേർന്നിട്ടായിരുന്നു ഉണ്ണിയുടെ ഹാങ് ഔട്ട് ഏരിയ. അവിടെ ഒരു മോക്ടെയിലുമൊക്കെ മിക്സ് ചെയ്ത് അതുമെടുത്തുണ്ണി നിൽക്കുമ്പോ ധന്യ അത് കണ്ടു. ആംഗ്യത്തിൽ എന്താ അതെന്ന് ഉണ്ണിയോട് ചോദിച്ചു. കോക്ടെയിൽ ആണെന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി. കുറച്ചു കഴിഞ്ഞതും ഉണ്ണിയെ തേടി ധന്യയുടെ ഫോൺ കോൾ എത്തി. എന്താടോ ഉറക്കമൊന്നുമില്ലേ? ഉണ്ണി ധന്യയോട് ചോദിച്ചു. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ലെന്നും എങ്ങനെയൊക്കെ കിടന്ന് നേരം വെളുപ്പിക്കാറാ പതിവ്, സ്ട്രെസ് കാരണം പലപ്പോഴും തലവേദനയാ എന്നൊക്കെ തന്റെ പ്രശ്നങ്ങളെപ്പറ്റി ധന്യ ഉണ്ണിയോട് പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെയാണെ കൗൺസിലിങ്ങിന് പൊക്കൂടെ എന്നായി ഉണ്ണി. അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല എന്നവൾ പറയുമ്പോ അജിത്തിനെയും കൂട്ടിയിട്ട് പോ, ചിലപ്പോ മാറ്റം വരും എന്നുണ്ണി പറഞ്ഞു. പക്ഷേ അജിത്ത് കൂടെ വരില്ലെന്നും അയാൾ മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ, എനിക്കല്ലേ കുഴപ്പം മൊത്തം എന്ന് ധന്യ അർത്ഥം വെച്ച് പറയുകയാണ്. അതോടെ ഉണ്ണി ധന്യയെ ഉപദേശിക്കാൻ ആരംഭിച്ചു. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന തനിക്കും ഇതുപോലെ സ്ട്രെസ്സും പ്രശ്നങ്ങളും ഉണ്ടെന്നും പക്ഷേ ഹാപ്പി ഹോർമോൺസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭക്ഷണവും സെക്സും അടക്കം ഒക്കെ ചെയ്താണ് താനത് മാനേജ് ചെയ്യുന്നത് എന്നുണ്ണി സംസാരിച്ചു. അവൾക്കും വേണ്ടത് ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നും അതിനുവേണ്ടി ശ്രമിക്കാനും ഉണ്ണി ഉപദേശം നൽകി. ഹാപ്പി ഹോർമോൺസ് എങ്ങനെ ഉണ്ടാക്കുന്നേ എന്ന തരത്തിൽ ധന്യ ഉണ്ണിയോട് ചോദിച്ചു. എക്സസൈസ് ഒരു വഴിയാണ് എന്ന് പറഞ്ഞ ഉണ്ണി പിന്നാലെ കുറച്ച് കാര്യങ്ങൾ കൂടി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറുവശത്ത് അജിത്താകട്ടെ കള്ളുകുടി സഭ പേരിന് മുറിയിലേക്ക് എത്തിയിരുന്നു. റൂമിലൂടെ നോക്കുമ്പോൾ ഉണ്ണി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത് അജിത്ത് കാണുന്നു. ആരോടാ സംസാരിക്കുന്നത് എന്ന മട്ടിൽ സംശയം തോന്നിയ അജിത്ത് തന്റെ ഭാര്യയെ നോക്കാൻ താഴേക്ക് ചെന്നു. ധന്യ ഫോൺ കട്ട് ചെയ്ത് അടുക്കളയിലേക്ക് പോകുന്നതായിരുന്നു അജിത്ത് കണ്ടത്. അജിത്ത് പിന്നാലെ അടുക്കളയിലേക്ക് ചെന്നു. ധന്യയോടെന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോ മാവാട്ടുകയായിരുന്നു എന്ന് ധന്യ പറഞ്ഞു. മാവാട്ടിക്കഴിഞ്ഞെങ്കിൽ വാ എന്ന് പറഞ്ഞ് ധന്യയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ അജിത്ത് ശ്രമിച്ചു. പെട്ടെന്ന് പേടിച്ച ധന്യ മാവടക്കമുള്ള പാത്രം താഴെയിട്ട് അവിടെ നിന്ന് മുറിയിലേക്ക് കൂടി വാതിലടയ്ക്കുകയാണ്. പിറ്റേന്ന് അതിരാവിലെ ലിങ്കൻ ഉറക്കമെഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോ തൊട്ടടുത്ത വീട്ടിൽ നിന്നും പുലർച്ചെ അടുക്കള ഭാഗത്തുകൂടെ ഉണ്ണി ഇറങ്ങി വരുന്നത് ലിങ്കൻ കണ്ടു. അവിടുത്തെ സ്ത്രീ അവനെ യാത്രയാക്കാൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ലിങ്കൻ ഉടനടി ഫോൺ എടുത്തതൊക്കെ റെക്കോർഡ് ചെയ്തെടുത്തു. പിറ്റേന്ന് ഉണ്ണി ഊഞ്ഞാലിന്റെ ഭാഗത്ത് മകളുമൊത്ത് നിൽക്കുമ്പോ ധന്യ ഉണ്ണിക്കടുത്ത് വന്നു. താനുണ്ടാക്കിയ ഡിഷ് കൊടുക്കാനായിരുന്നു അവരുടെ വരവ്. ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ താൻ ട്രൈ ചെയ്തെന്നും അത് വർക്കൗട്ടായി എന്നും തന്നെ പറയുന്നുണ്ടായിരുന്നു. ഡിഷ് മേടിക്കാൻ ഉണ്ണി ശ്രമിക്കുമ്പോഴാണ് ആ വഴി അജിത്ത് വരുന്നത് ധന്യ കാണുന്നത്. ഭയന്ന ധന്യ ഉണ്ണിക്ക് ആ ഡിഷ് കൊടുക്കാൻ മടിച്ച് അത് തിരികെ വലിച്ചു വാങ്ങി വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഇതൊക്കെ മുകളിൽ നിന്നും ലിങ്കൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ അജിത്ത് തന്റെ വീടിന്റെ ഭാഗത്തേക്ക് ഉണ്ണി നിൽക്കുന്ന കണ്ട് ഉണ്ണിയെ രൂക്ഷമായൊന്ന് നോക്കി. അജിത്തിനെ കണ്ടതും ഉണ്ണി ഗുഡ് മോർണിംഗ് പറഞ്ഞു. മറുപടിയൊന്നും കൊടുക്കാതെ രൂക്ഷഭാവത്തിൽ നോക്കി അജിത്ത് തന്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ ഷട്ടിൽ കളിക്കുന്നിടത്ത് കള്ളുകുടി സംഘം കൂടിയിരുന്നു. ലിങ്കൻ അന്ന് രാവിലെ കണ്ട ഉണ്ണി അടുത്ത വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വീഡിയോ അവരെയൊക്കെ കാണിച്ചു. ഉണ്ണിയെ പുറത്താക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും വാടകയ്ക്ക് വീട് കൊടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയണമെന്നും എന്നൊക്കെ അവിടെ അഭിപ്രായം വന്നു. നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിലിടാമെന്നും അവനങ്ങനെ പുറത്താകട്ടെ എന്നുമായിരുന്നു ലിങ്കന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോ വീഡിയോ ഇടണ്ടെന്നും കുറച്ചു കഴിയട്ടെ എന്നും അജിത്ത് മറുപടി പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് ബുക്ക് വിൽക്കുവാൻ ഒരു സെയിൽസ് ഗേൾ വരുന്നുണ്ടായിരുന്നു. ലിങ്കൻ തന്റെ ബാൽക്കണിയിൽ നിന്ന് അതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഓരോ വീടും കേറിയിറങ്ങി ഉണ്ണിയുടെ വീടിന് മുമ്പിൽ ആ ഗേളെത്തി. മകൾക്കായി ഉണ്ണി മകള് വാശി പിടിച്ചപ്പോ അവരുടെ അടുത്ത് നിന്നൊരു ബുക്ക് വാങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ആ സ്ത്രീ തനിക്ക് ടോയ്ലറ്റിൽ പോയാൽ കൊള്ളാം, അനുവദിക്കുമോ എന്ന് ഉണ്ണിയോട് ചോദിക്കുന്നത്. ഉണ്ണി അതിന് ഓക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് കയറ്റി. അത് കണ്ടതും ഉണ്ണി ആ പെൺകുട്ടിയെ വളച്ച് വീട്ടിലേക്ക് കയറ്റുകയാണ് എന്നായിരുന്നു ലിങ്കൻ കരുതിയത്. ആ പെൺകുട്ടിക്ക് ഫുഡ് പോയിസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി വേഗത്തിൽ ബാത്റൂമിലേക്ക് പ്രവേശിച്ചു. ഇതേ സമയം വീടിനകത്തുണ്ടായിരുന്ന മകൾ ഡൈനോസറിന്റെ ആ ബുക്ക് ധന്യയുടെ
ഉണ്ണിയുടെ മകൾക്ക് ഇഷ്ടമാകും എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരിയായ അവളെ കാണിക്കാൻ പൊക്കോട്ടെ എന്ന് അച്ഛൻ ഉണ്ണിയോട് ചോദിച്ചു. ഉണ്ണിയും അതിന് സമ്മതിച്ചു. തൊട്ടടുത്ത വീടാണല്ലോ, വേറെ കുഴപ്പവുമില്ലല്ലോ എന്നായിരുന്നു ഉണ്ണി ചിന്തിച്ചത്. അകത്തൊരു പെൺകുട്ടി കയറിയിരിക്കുന്നു. മകളെ പുറത്തേക്ക് വിടുന്നു. ഇതൊക്കെ ലിങ്കൻ മോളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധരിച്ച ലിങ്കൻ ഉടനടി ഓടിയിറങ്ങി അജിത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. താഴെ അടുക്കളയിൽ ധന്യയും വിവേകിന്റെ ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അജിത്തേട്ടൻ എന്തെന്ന് ലിങ്കൻ ചോദിച്ചു. മുകളിലുണ്ടെന്ന് ധന്യ മറുപടി കൊടുത്തതും ലിങ്കനോട് മുകളിലെത്തി. ബാത്റൂമിലിരിക്കുകയായിരുന്ന അജിത്തിനെ പുറത്തുനിന്ന് വിളിച്ചു. ഉണ്ണിക്കൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണെന്നും അവനൊരു പെണ്ണിനെ വീടിനകത്ത് വിളിച്ചു കയറ്റിയിട്ടുണ്ട് എന്നും ലിങ്കൻ പറഞ്ഞു. അത് കേട്ടതും രോഷം കൊണ്ടിരുന്ന അജിത്താകട്ടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് വീട്ടിലെ ചടിച്ചിട്ടിയിൽ നിന്ന് ഒരു ദണ്ടും മൂരിയെടുത്ത് നേരെ ഉണ്ണിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ പെൺകുട്ടിക്കായി ഒരു ലെമൺ ടീ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയാകട്ടെ അവർ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തുറക്കാനെത്തിരി താമസിച്ചിരുന്നു. തെറ്റിദ്ധരിച്ചാണല്ലോ അവർ എത്തിയിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അജിത്ത് ഉണ്ണിയെ കൊണ്ടുവന്ന് ദണ്ടുപയോഗിച്ച് പൊതിരെ തല്ലാൻ ആരംഭിച്ചു. ഉണ്ണിക്കാണെങ്കിൽ കാര്യം പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ലിങ്കനാണെങ്കിൽ ഇതൊക്കെ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ഈ സമയം ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന ആ പെൺകുട്ടി ഇതൊക്കെ കണ്ട് ഞെട്ടുന്നുണ്ട്. ലിങ്കനാകട്ടെ അർത്ഥം വെച്ച രീതിയിൽ പറയാനും തുടങ്ങിയിരുന്നു. പിന്നാലെ വിവേകും മറ്റൊരു അയൽക്കാരനും വന്ന് ഉണ്ണിയെ തല്ലിക്കൊണ്ടിരുന്ന അജിത്തിനെ പിടിച്ചുമാറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. സെയിൽസ് ഗേളായ പെൺകുട്ടിയാണെങ്കിൽ വല്ലാതെ ഭയന്നിരുന്നു. ഇതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ്. പിന്നാലെ ലിങ്കൻ റെസിഡൻഷ്യൽ ഗ്രൂപ്പിലേക്ക് അജിത്ത് ഉണ്ണിയെ തല്ലുന്നതിന്റെയും പെൺകുട്ടിയുള്ളതിന്റെയും വീഡിയോ ഷെയർ ചെയ്തു. ഉണ്ണിയെ പറ്റിയുള്ള അപവാദങ്ങൾ അതിൽ കൃത്യമായിരുന്നു. പിന്നാലെ ഉണ്ണിക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തിയെ വിളിച്ച് വീടൊഴിയാൻ പറയണമെന്നും കാര്യകാരണങ്ങൾ റെസിഡൻഷ്യൽ ഗ്രൂപ്പിലുണ്ട് എന്നും ലിങ്കൻ അറിയിച്ചു. കോളേജിൽ ക്ലാസ് എടുക്കുകയായിരുന്ന റോഷിക്കും ആ മെസ്സേജ് എത്തി. ഉണ്ണിയെ തല്ലുന്ന വീഡിയോ കണ്ട റോഷി പാനിക്കായി ഉണ്ണിയെ വിളിച്ചെങ്കിലും കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്തെന്നാൽ ഹൗസ് ഓണർ ഉണ്ണിയെ വിളിച്ച് നിങ്ങൾ വേറെ വീടന്വേഷിച്ചോളൂ എന്ന മട്ടിൽ ഉണ്ണിക്ക് മേൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ണി പോയില്ലെങ്കിൽ താൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും എന്നും അയാൾ പറഞ്ഞിരുന്നു. റോഷി പിന്നാലെ ഉണ്ണിക്ക് മെസ്സേജ് അയച്ചു. ഉണ്ണി അതിന് മറുപടിയും അയച്ച് റോഷിയെ സമാധാനിപ്പിച്ചു. പിന്നാലെ എന്തോ ഒന്ന് തീരുമാനിച്ച ഉണ്ണി തന്റെ ബൈക്കുമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഉണ്ണി നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. മറുവശത്ത് പോലീസ് സ്റ്റേഷൻ CI ആ സമയം പുറത്തു പോവാൻ നിൽക്കുകയായിരുന്നു. ഫ്രണ്ട്സിനൊപ്പം CIക്ക് ഒരു ഹാങ് ഔട്ട് പാർട്ടി ഉണ്ടായിരുന്നു. SIയെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടായിരുന്നു CI പുറപ്പെടാനിറങ്ങിയത്. CIക്ക് മുമ്പിലേക്കാണ് ഉണ്ണി വന്നു നിൽക്കുന്നത്. അയൽക്കാരൻ വീട്ടിൽ കയറി തന്നെ തല്ലിയെന്നും പരാതി കൊടുക്കണമെന്നും CIയോട് ഉണ്ണി പറഞ്ഞു. ഉണ്ണിയെ SIക്ക് അടുത്തേക്ക് പറഞ്ഞുവിട്ട് CI അവിടെ നിന്ന് പോവുകയാണ്. SIക്ക് അടുത്ത് ചെന്നുണ്ണി കാര്യം പറഞ്ഞു. തല്ലിയ അജിത്തിന്റെ നമ്പറുണ്ടോ എന്നായി SIയുടെ ചോദ്യം. ഇല്ലെന്നും അജിത്തിന്റെ ഭാര്യയുടെ നമ്പറുണ്ട് എന്നും ഉണ്ണി പറഞ്ഞതും പോലീസുകാർ ഉണ്ണിയെ വല്ലാതൊന്ന് നോക്കുന്നുണ്ട്. ഉണ്ണിയുടെ വിശദീകരണം കേട്ട ശേഷം മെഡിക്കൽ ചെക്കപ്പിന് ഒരു കോൺസ്റ്റബിളിനൊപ്പം ഉണ്ണിയെ SI ഹോസ്പിറ്റലിലേക്ക് അയച്ചു. SIയും സംഘവും മറുവശത്ത് നേരെ കമ്മ്യൂണിറ്റിയിലേക്ക് ചെന്നു. അജിത്തിന്റെ വീട്ടിൽ ചെന്ന് അജിത്തിനെ പറ്റി അന്വേഷിച്ചു. അജിത്ത് അപ്പോൾ ഓഫീസിൽ പോയിരുന്നു. ധന്യയായിരുന്നു പോലീസിനെ എതിരിട്ടത്. കാര്യങ്ങൾ ധന്യയിൽ നിന്ന് ചോദിച്ചറിയാൻ SI ശ്രമിച്ചു. റെസിഡൻഷ്യൽ ഗ്രൂപ്പിൽ വന്ന വീഡിയോയിലൂടെ കാര്യങ്ങൾ അറിഞ്ഞ കാര്യം തന്നെ പറഞ്ഞപ്പോൾ വീഡിയോ കാണട്ടെ എന്നായി SIയുടെ ഭാഷ്യം. അപ്പോഴാണ് പോലീസ് വന്നത് കണ്ട് ലിങ്കൻ അങ്ങോട്ടേക്ക് വരുന്നത്. വലിയ ആളാവാൻ ഉണ്ണിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞ ലിങ്കൻ തന്റെ ഫോണിലെ വീഡിയോ SIയെ കാണിച്ചു. താനാണത് റെക്കോർഡ് ചെയ്തത് എന്നും വലിയ വായിൽ പറയുന്നുണ്ട്. അത് കേട്ടതും സദാചാര പോലീസിംഗ് ആണോടാ എന്ന് ചോദിച്ച് പോലീസ് ലിങ്കനെ പിടിച്ച് നേരെ വണ്ടിയിലേക്കിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് എത്തിയ വിവരമറിഞ്ഞ അജിത്ത് പോലീസ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതും തന്റെ സുഹൃത്തായ SPയെ കണക്ട് ചെയ്തിരുന്നു. SP വഴി CIക്ക് കോൾ വന്നു. സ്റ്റേഷനിൽ നിന്ന് പ്രശ്നം കോംപ്രമൈസ് ആക്കി വിടാനായിരുന്നു SP CIയോട് പറഞ്ഞത്. CI അത് SIയെ വിളിച്ച് പറയുകയും ചെയ്തു. ലിങ്കനുമായി പോലീസ് പോകുന്ന വഴിയിൽ സെയിൽസ് ഗേളായുള്ള ആ പെൺകുട്ടി റോഡ് സൈഡിൽ നിൽക്കുന്നത് ലിങ്കൻ കണ്ടു. ലിങ്കൻ ആ പെൺകുട്ടിയാണ് എന്ന മട്ടിൽ SIയോട് പറഞ്ഞതും ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ കോൺസ്റ്റബിളിനെ SI ഏൽപ്പിക്കുകയാണ്. SIയും സംഘവും സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് കോൺസ്റ്റബിളും ഉണ്ണിയും എത്തിയിരുന്നു. SIയെ കണ്ടപാടെ ഉണ്ണിയുടെ ശരീരത്തിലെ പരിക്കുകളെ പറ്റിയും മർഡർ അറ്റംപ്റ്റ് വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നും കോൺസ്റ്റബിൾ വിശദീകരിച്ചു. അതിനോടകം കോംപ്രമൈസ് ആക്കാൻ മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുള്ളതാണല്ലോ. ഉണ്ണിക്ക് മുമ്പിൽ വെച്ച് കോൺസ്റ്റബിൾ അത് പറഞ്ഞതും SI ഒന്ന് പരിഭ്രാന്തനായി. പിന്നാലെ കോൺസ്റ്റബിളിനെ അകത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധമില്ലാതെ പുറത്തു വെച്ച് അതൊക്കെ പറഞ്ഞതിന് ഒന്ന് ശകാരിക്കുകയും ചെയ്തു. പിന്നാലെ സ്റ്റേഷനിലേക്ക് അജിത്ത് വന്നു ചേരുകയാണ്. ഒപ്പം സെയിൽസ് ഗേളായ പെൺകുട്ടിയും. ലിങ്കനാകട്ടെ ഇതേ സമയം SIയോട് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിയാള് ശരിയല്ലെന്നും പെട്ടെന്ന് പെൺകുട്ടികളെ ട്യൂൺ ചെയ്തെടുത്ത് വളയ്ക്കൽ അവന്റെ പണിയെന്നും ഒക്കെ പറഞ്ഞ ലിങ്കൺ തന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഉണ്ണി ഒരു ദിവസം പുലർച്ചെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യവും ഡിവോഴ്സായ പെൺകുട്ടിയെ ആഘോഷ സമയത്ത് വീട്ടിലേക്ക് തനിച്ചു കയറ്റിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും SIക്ക് കാണിച്ചു കൊടുത്തു. അതോടെ SIക്കും മൊത്തത്തിലൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. സെയിൽസ്
കുട്ടികളാണെങ്കിൽ വന്നപാടെ തനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. SIയും അതിനനുവദിച്ച് പറഞ്ഞുവിടുകയാണ്. പിന്നാലെ SI പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പെൺകുട്ടിയുള്ള കാര്യങ്ങൾ നടന്നതുപോലെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഷവർമ കഴിച്ച് തനിക്ക് ഫുഡ് പോയിസൺ ആയെന്ന് തോന്നുന്നതെന്നും കമ്മ്യൂണിറ്റിയിലെ വീടുകളിൽ ബാത്റൂമിൽ പോകാൻ കുറേയിടത്ത് ഞാൻ അനുവാദം ചോദിച്ചെങ്കിലും ആരും സമ്മതിച്ചില്ലെന്നും ഉണ്ണിയാണൊടുവിൽ സമ്മതിച്ചതെന്നും ബാത്റൂമിലിരിക്കുമ്പോൾ വീടിനുള്ളിൽ അടിനടക്കുന്ന ശബ്ദം കേട്ടെന്നും താൻ പുറത്തു വന്നപ്പോ കണ്ടത് ഉണ്ണിയെ അജിത്ത് തല്ലുന്നതും ലിങ്കൻ വീഡിയോ എടുക്കുന്നതുമാണെന്നും ആ പെൺകുട്ടി സത്യസന്ധമായി പറഞ്ഞു. അതോടെ അവിടെ നടന്നത് സദാചാര ആക്രമണമാണ് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. SI ചൂടായി അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. താനെന്തിനാടോ അയാളെ പോയി അടിച്ചത് എന്ന് അജിത്തിനോട് SI ചോദിച്ചപ്പോ അവൻ എന്റെ ഭാര്യയോട് മോശമായി പെരുമാറി, അതുകൊണ്ട് അടിച്ചത് എന്നായിരുന്നു അജിത്തിന്റെ മറുപടി. പിന്നെന്തിനാടോ ഞങ്ങളൊക്കെ ഭാര്യയോട് മോശമായി പെരുമാറിയെന്ന് വെച്ച് താനങ്ങ് വീട്ടിൽ കയറി അടിക്കോ? സാറിന്റെ ഭാര്യയോട് മോശമായി പെരുമാറിയ സാറ് നോക്കി നിൽക്കോ എന്നായിരുന്നു അജിത്തിന്റെ മറുചോദ്യം. SIക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അജിത്തിനോട് പുറത്തിറങ്ങി നിൽക്കാൻ SI ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നാലെ അജിത്തിനോട് ഇതിൽ നിന്ന് ഊരിപ്പോണമെങ്കിൽ തന്റെ ഭാര്യയോട് ഇവിടെ വന്ന് കംപ്ലൈന്റ് തരാൻ പറ എന്ന് പറഞ്ഞ് SI പറഞ്ഞു വിട്ടു. പുറത്തപ്പോഴേക്കും വിവേകും എത്തിച്ചേർന്നിരുന്നു. എന്തായി എന്ന് വിവേക് അന്വേഷിച്ചപ്പോ SI പറഞ്ഞ കാര്യങ്ങൾ ലിങ്കൻ വിവേകിനോട് പറഞ്ഞു. ധന്യയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനായിരുന്നു അജിത്തിന്റെ തീരുമാനം. ധന്യയെ അജിത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു. അജിത്ത് മാറിയപ്പോ ഇതെന്ത് കഥ എന്ന മട്ടിൽ ലിങ്കൻ വിവേകിനോട് ചോദിച്ചു. നീ അത് കേട്ടില്ലേ എന്ന് ചോദിച്ച് വിവേക് ലിങ്കൻ ഒരു ഓഡിയോ ക്ലിപ്പ് കൊടുത്തു. ആവേശത്തോടെ ലിങ്കൻ അത് കേൾക്കുകയാണ്. പിന്നാലെ ധന്യ അങ്ങോട്ടേക്കെത്തി. വിവേക് ചെന്ന് കേസ് ഒത്തുതീർപ്പാക്കാനാ ശ്രമിക്കുന്നേ, ധന്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം, അതിനാ വിളിച്ചത് എന്ന് ധന്യയോട് പറഞ്ഞു. ധന്യക്കാണേൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് എന്തിനാ എന്ന മട്ടിൽ ധന്യ ചോദിച്ചപ്പോ അത് ചേച്ചിയുടെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ചേച്ചിയുടെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, ചേച്ചി ഒന്ന് കേട്ടു നോക്കിക്കേ എന്ന് ലിംഗം പറഞ്ഞു. ധന്യക്കാണെങ്കിൽ അതെന്താണ് എന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പോലീസ് ധന്യയെ കണ്ടതും ധന്യയെ അകത്തേക്ക് വിളിച്ചു. SI ധന്യയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആരംഭിച്ചു. ഉണ്ണിയുമായി ധന്യയുടെ ബന്ധമെന്താണ് എന്ന മട്ടി ചോദിച്ചപ്പോ സാധാരണ അയൽവാസിയുമായുള്ള ബന്ധമാ എന്നായിരുന്നു ധന്യയുടെ മറുപടി. അയാളുടെ പെരുമാറ്റത്തിലോ ഏതെങ്കിലും കാര്യത്തിലോ മോശമായി തോന്നിയിട്ടുണ്ടോ എന്ന് ധന്യയോട് ചോദിച്ചപ്പോ ഇല്ലെന്നും ധന്യ പറഞ്ഞു. അജിത്തും ലിങ്കണും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അജിത്ത് ഉണ്ണി അവളോട് മോശമായി പെരുമാറിയ കാര്യം അവൾക്കറിയില്ല എന്നൊരു കമന്റ് പറഞ്ഞു. അതെങ്ങനാടോ നിന്റെ ഭാര്യയോട് അവൻ മോശമായി പെരുമാറിയെങ്കിൽ അവൾക്കറിയാതിരിക്കുന്നത് എന്നായി SIയുടെ ചിരിയോടെയുള്ള ചോദ്യം. നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ഭർത്താവ് ഉണ്ണിയെ തല്ലിയത് എന്ന് പോലീസ് ചോദിക്കുമ്പോ താൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ധന്യ പറഞ്ഞു. ഉണ്ണിക്കെതിരെ നിങ്ങൾ പരാതി തന്നില്ലേ, നിങ്ങളുടെ ഭർത്താവ് ജയിലിൽ പോകും, നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന മട്ടിൽ പോലീസ് പറഞ്ഞപ്പോ ധന്യ ഒന്ന് പേടിക്കുന്നുണ്ട്. ഈ സമയം ലിങ്കൻ അതിലിടപെട്ട് ഇതാണ് സാറേ കാര്യമെന്ന് പറഞ്ഞ് ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സംഭവം നടന്ന ദിവസം രാവിലെ വിവേകിന്റെ ഭാര്യ പ്രിയ ധന്യയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അടുക്കളയിൽ നിന്ന് ധന്യയും പ്രിയയും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് വിവേകിന്റെ ഫോൺ കോൾ അജിത്തേട്ടന് എത്തുന്നത്. ചേട്ടന്റെ ഭാര്യയോട് എന്റെ ഭാര്യയെ ഉപദേശിക്കരുതെന്ന് പറഞ്ഞു. എന്നെ കൗൺസിലിംഗിന് കൊണ്ടുപോവാൻ ചേട്ടന്റെ ഭാര്യയെ അവളോട് പറഞ്ഞുകൊടുത്ത് എനിക്ക് സംശയരോഗമാണെന്നാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് വിവേക് അജിത്തേട്ടനോട് ചെറിയ തോതിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അവരിപ്പോ വീട്ടിലുണ്ടാകുമെന്നും അവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കാനും അജിത്തിനോട് വിവേക് പറഞ്ഞു. എന്റെ ഭാര്യ അങ്ങനൊന്നും പറയില്ല എന്ന് അജിത്ത് ആദ്യം പറഞ്ഞെങ്കിലും വിവേക് നിർബന്ധിച്ചപ്പോ എനിക്ക് സ്ത്രീകളുടെ സംസാരം ഒറ്റയേക്കാനൊന്നും പറ്റില്ല, നിനക്കറിയാലോ, ഞാനൊരു വഴിയുണ്ടാക്കാം, നീ തന്നെ കേട്ടോ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാതെ ധന്യയും പ്രിയയും സംസാരിക്കുന്ന അടുക്കളയിലേക്ക് ചെന്ന് അജിത്ത് ഫോൺ അവിടെ വെച്ച് അറിയാത്ത പോലെ മുകളിലേക്ക് പോവുകയാണ്. അവരുടെ സംസാരം വിവേക് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതറിയാതെ ധന്യയും പ്രിയയും സംസാരിച്ചുകൊണ്ടിരുന്നു. തലേന്ന് രാത്രി മദ്യപിച്ച് വിവേക് തന്റെ മേത്ത് കയറാമെന്നും താൻ സമ്മതിച്ചില്ലെന്നും അതിനൊക്കെ തനിക്കും തന്റെ മൈൻഡ് കൂടി സെറ്റാവണം എന്നും പ്രിയ ധന്യയോട് പറഞ്ഞു. അയാളുടെ കാര്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്യും, അങ്ങനത്തെ മൈൻഡാ എന്നുകൂടി പ്രിയ പറഞ്ഞപ്പോ അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനാ എന്നായി ധന്യയുടെ മറുചോദ്യം. അതിപ്പോ സ്വയം സന്തോഷിപ്പിക്കാനുള്ള കഴിവൊക്കെ സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, സെൽഫി എന്നായിരുന്നു പ്രിയയുടെ മറുപടി. അതിൽ താൻ ഹാപ്പിയാണെന്നും പ്രിയ പറയുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാതെ ധന്യ ഒന്ന് പ്രിയയെ നോക്കി. സ്വയംഭോഗത്തെ പറ്റിയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഡിയോ ക്ലിപ്പ് അത്രയും പ്ലേ ആയതും ധന്യ പെട്ടെന്ന് അത് പോസ് ചെയ്തു. അവൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. ധന്യയുടെ അവസ്ഥ മനസ്സിലാക്കിയ SI അവളോട് പുറത്തു നിൽക്കാനും വിളിപ്പിക്കാമെന്നും പറയുന്നു. ബാക്കി ഓഡിയോയും പ്ലേ ചെയ്യുന്നു. നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് പ്രിയയോട് ധന്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അറിയാമായിരുന്നെന്ന് പ്രിയ പറയുമ്പോ താൻ ഈ അടുത്ത കാലത്താ ഇതൊക്കെ മനസ്സിലാക്കിയത്, അയൽവക്കത്തെ ഉണ്ണിയേട്ടനാ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നത് എന്ന മട്ടിൽ ധന്യ പ്രിയയോട് പറഞ്ഞു. പ്രിയക്കത് ഷോക്കിംഗ് ആയിരുന്നു. ഉണ്ണിയേട്ടൻ ഇങ്ങനൊക്കെ സംസാരിക്കോ, നിങ്ങളത്
തമ്മി അങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടാവാറുണ്ടോ എന്ന് അതിശയത്തോടെ പ്രിയ ചോദിച്ചു. അങ്ങനല്ലെന്നും തന്റെ സ്ട്രെസ്സൊക്കെ പറഞ്ഞപ്പോ ഉണ്ണിയേട്ടൻ പറഞ്ഞു തന്നതാ എന്നുമായിരുന്നു തന്നെ മറുപടി പറഞ്ഞത്. ആ ഓഡിയോ ക്ലിപ്പ് കേട്ട പോലീസുകാരും പുറത്തിരുന്ന ഉണ്ണിയെ ഒന്ന് രൂക്ഷമായി നോക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനൊക്കെ സംസാരിക്കോ എന്ന് ഓഡിയോ ക്ലിപ്പിൽ പ്രിയ ചോദിച്ചപ്പോ അങ്ങനെ സംസാരിച്ചതല്ല, എന്റെ സ്ട്രെസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അയാളുടെ കാര്യം ഷെയർ ചെയ്തു, കൂട്ടത്തി എക്സസൈസിന്റെ കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോ പറഞ്ഞു വന്നതാ എന്നായിരുന്നു ധന്യയുടെ മറുപടി. വളരെ നോർമലായിട്ടായിരുന്നു ധന്യൊക്കെ പറയുന്നത്. അന്ന് അത് കേട്ട വിവേക് അവിടെ വെച്ച് കോൾ കട്ട് ചെയ്ത് ആ കോൾ റെക്കോർഡിംഗ് അജിത്തേട്ടൻ അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ബാത്റൂമിലിരുന്ന് അജിത്ത് ആ ഓഡിയോ ക്ലിപ്പ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സെയിൽസ് ഗേളിന്റെ വിഷയം പറഞ്ഞ് ലിങ്കൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. 2 ദേഷ്യവും കൂടി ഉണ്ടായിരുന്ന അജിത്ത് അതോടെ പുറത്തേക്ക് വന്ന് ദണ്ടെടുത്ത് വീട്ടിൽ കയറി ഉണ്ണിയെ ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെയും പോലീസുകാർക്ക് മനസ്സിലായി. അതോടെ പോലീസുകാർക്കിടയിൽ തന്നെ നടന്ന സംഭവത്തെപ്പറ്റി ഒരു ഡിസ്കഷൻ ആരംഭിച്ചു. ആരാണ് തെറ്റ് ചെയ്തത് എന്ന മട്ടിലായിരുന്നു ഡിസ്കഷൻ. ഒരാണിനും പെണ്ണിനും സുഹൃത്തുക്കളായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലേ എന്ന് ലേഡി കോൺസ്റ്റബിൾ നിയമം വെച്ച് വാദിച്ചപ്പോ ASI ആയിരുന്ന വ്യക്തി അതിനെ ക്രോസ് ചെയ്തു. പക്ഷേ ഇവിടെ ഒക്കെയും തന്നെ ഉണ്ണിയുടെ പക്ഷത്തായിരുന്നു നിയമപരമായി ന്യായമുള്ളത്. മാത്രമല്ല മോശം ഉദ്ദേശത്തോടെയല്ല ഉണ്ണി തന്നെയോട് സംസാരിച്ചിട്ടുമുള്ളത്. എന്തായാലും ഇത് എങ്ങനെ ഒത്തുതീർപ്പാക്കും എന്ന് SIക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. അതോടെ ഓഡിയോ ക്ലിപ്പ് SI CIക്ക് അയച്ചു കൊടുത്തു. പിന്നാലെ ധന്യെ വിളിച്ച് SI ധന്യയ്ക്ക് ഇതിൽ പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു പരാതിയുമില്ല എന്ന് ധന്യ പറഞ്ഞു. ധന്യ പരാതി കൊടുത്തില്ലേ ഹസ്ബൻഡ് ജയിലിൽ പോകും എന്ന് പോലീസ് പറഞ്ഞപ്പോ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, അജിത്തേട്ടൻ സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമാണ് എന്ന് ധന്യ പറഞ്ഞു. പുറത്തുനിന്ന് ലിങ്കൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അജിത്തിന്റെ അടുത്തേക്ക് ചെന്ന ലിങ്കൻ അക്കാര്യം അജിത്തിനോട് പറഞ്ഞു. അജിത്തിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരാൻ ആരംഭിച്ചു. പിന്നാലെ CIയുടെ മറുപടി SIക്ക് എത്തി. കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഉണ്ണിയെ വിളിച്ചൊന്ന് വിരട്ടി നോക്ക് എന്നായിരുന്നു CI പറഞ്ഞിരുന്നത്. SI അപ്രകാരം ഉണ്ണിയെ വിളിച്ച് പുലർച്ചെ അയൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉണ്ണിയുടെ വീഡിയോ കാണിച്ച് ഇതെന്താ സംഭവമെന്ന് ചോദിച്ചു. അന്ന് പുലർച്ചെ എന്റെ അയൽവക്കക്കാരിയുടെ ഗ്യാസ് തീർന്നെന്നും മറ്റൊരു ഗ്യാസ് കുറ്റി ചോദിച്ച് അത് ഫിറ്റ് ചെയ്യാൻ വിളിച്ചപ്പോ അത് ശരിയാക്കാൻ വേണ്ടിയാ താൻ പോയത് എന്നും ഉണ്ണി കൃത്യമായി മറുപടി കൊടുത്തു. ഡിവോഴ്സായ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അന്ന് അവൾക്കൊരു മോക്ടെയിൽ വേണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ അത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് താൻ അത് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കൊണ്ടുപോയതാ എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി. കൺവിൻസിംഗ് ആയ മറുപടിയായിരുന്നു അത്. എന്നിരുന്നാലും ഉണ്ണിയൊന്ന് വിരട്ടാൻ SI ശ്രമിച്ചു നോക്കി. പക്ഷെ ഉണ്ണി കുലുങ്ങിയില്ല. സാറ് താൻ തന്ന കേസിൽ FIR ഇടാൻ പറ്റുമെങ്കിൽ ഇട്, ബാക്കിയൊക്കെ ഞാൻ കോടതി വെച്ച് കണ്ടോളാം എന്നായിരുന്നു ഉണ്ണി പറഞ്ഞത്. പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് കുറച്ച് പാർട്ടിക്കാർ പിടിച്ചുവെച്ചിരുന്ന ഒരു പാർട്ടിക്കാരനെ വിടണമെന്ന് പറഞ്ഞ് മാർച്ച് ചെയ്തെത്തിയിരുന്നു. അവിടെ ചെറിയൊരു കലാപമുണ്ടായി. പാർട്ടിക്കാർ പിടിച്ചുവെച്ചിരുന്ന പ്രതിയെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ആ സംഭവങ്ങളും കൂടി കഴിഞ്ഞതോടെ സമയം രാത്രിയായിരുന്നു. നിർബന്ധിതാവസ്ഥയിൽ CIയും തിരികെ എത്തി. കുറ്റവാളിയെ പാർട്ടിക്കാർ സംഘടിച്ചെത്തി പിടിച്ചുകൊണ്ടു പോയതിന്റെ പേരിൽ പോലീസുകാരെ കൊടന്ന CI CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അവർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അജിത്തിന്റെ പ്രശ്നം CI അറ്റൻഡ് ചെയ്യുകയാണ്. ധന്യെ വിളിപ്പിച്ച് ഉണ്ണിക്കെതിരെ പരാതിയുണ്ടോ എന്ന് CI ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ ധന്യ പക്ഷേ താനും സുഹൃത്തും പേഴ്സണലായി വീടിനുള്ളിൽ നിന്ന് സംസാരിച്ച കാര്യം താനറിയാതെ റെക്കോർഡ് ചെയ്തെടുത്ത് സ്റ്റേഷനിൽ അടക്കം കൊണ്ടുവന്ന് പ്ലേ ചെയ്യിപ്പിച്ച് തന്നെ അപമാനിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ പോലീസുകാരും മറ്റുള്ളവരും പ്രവർത്തിച്ചെന്നും തനിക്കതിൽ പ്രശ്നവും പരാതിയുമുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. CIക്കാണെങ്കിൽ ദേഷ്യം വന്നിരുന്നു. CI വിളിച്ച് ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പരാതിയില്ലെന്നോ, പോലീസുകാരെന്താ പൊട്ടന്മാരാണെന്നോ കരുതിയിരിക്കുന്നേ എന്ന മട്ടിലൊക്കെ CI ധന്യയോട് അല്പം ദേഷ്യപ്പെടാനും കോപിക്കാനും തുടങ്ങിയപ്പോ പുറത്തുനിന്ന് ഇതൊക്കെ കാണുകയായിരുന്ന ഉണ്ണിക്ക് ധന്യയോർത്ത് വിഷമം വന്നു. അതോടെ അകത്തേക്ക് കടന്നു ചെന്ന് താൻ പരാതി പിൻവലിക്കാൻ തയ്യാറാണ് എന്നുണ്ണി CIയെ അറിയിക്കുകയാണ്. ധന്യയെ ഓർത്തതുകൊണ്ട് മാത്രമായിരുന്നു ഉണ്ണി അത് ചെയ്യാൻ തയ്യാറായത്. CIക്കും ആശ്വാസമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് എഴുതുവാങ്ങി ഏവരെയും വിട്ടേക്കാൻ CI പറഞ്ഞു. പിന്നാലെ അങ്ങോട്ടേക്ക് അജിത്ത് കയറി വന്നു. ധന്യയുടെ വീട്ടിലേക്ക് വെക്കോ എന്ന് പറഞ്ഞുവിട്ട അജിത്ത് അധികാരത്തോടെ CIയുടെ മുമ്പിലിരുന്ന് താൻ ചെയ്ത പ്രവൃത്തികളെ നിസ്സാരവൽക്കരിച്ച് അധികാരഭാവത്തിൽ CIയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട് അധികാരത്തിന്റെ ഹുങ്കിൽ സംസാരിക്കുന്ന അജിത്തിനെ കണ്ടതും CIക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ കൃത്യമൊരു അവസരം വന്നപ്പോ CI അജിത്തിന്റെ കരണം പുകച്ചു. അത് ഉണ്ണിയും കണ്ടിരുന്നു. ഉണ്ണിക്ക് ചെറിയ ആശ്വാസം തോന്നി. അജിത്തിനാണെങ്കിൽ രോഷം ഇരച്ചു കയറി. ഉണ്ണി വീട്ടിലേക്ക് എത്തിയപ്പോൾ റോഷി ഉണ്ണിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി അന്വേഷിച്ചു. കുഴപ്പമില്ലെന്നായിരുന്നു ഉണ്ണി പറഞ്ഞത്. ഇതേസമയം ദേഷ്യത്തിൽ വീട്ടിലേക്ക് എത്തിയ അജിത്ത് താൻ ഉണ്ണിയോട് സോറി പറയണം എന്ന് തന്നെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ധന്യയെ ഉപദ്രവിക്കാനും തല്ലാനുമൊക്കെ ആരംഭിച്ചു. വലിയ രീതിയിൽ ആ വീട്ടിൽ നടന്ന ഒച്ചപ്പാട് അയൽപക്കങ്ങളിൽ മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിയയുടെ ഭർത്താവ് വിവേകോ അതിലിടപെടാൻ പോയില്ല. പോവാൻ തുനിന്ന പ്രിയയെ അതിനനുവദിച്ചതുമില്ല. ആദ്യമൊക്കെ പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി ഉണ്ണിയും അത് അവഗണിച്ചെങ്കിലും കാര്യങ്ങൾ വഷളാവുന്നു എന്ന് കണ്ടതും ഉണ്ണി അജിത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ കിടന്ന് ഷോ കാണിച്ച അവനെ അടിച്ച് പന്നിക്കിടും എന്നുണ്ണി പറഞ്ഞതോടെ ദേഷ്യത്തിൽ ഉണ്ണിയെ ആക്രമിക്കാൻ
പിടിക്കാൻ അജിത്ത് ഓടി വരികയാണ്. ഉണ്ണി വീട്ടിൽ നിന്നിറങ്ങി തിരികെയോടി തന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. പിന്നാലെ അജിത്തും വീട്ടിലേക്ക് ഓടിക്കയറിയിരുന്നു. അകത്തെത്തിയതും അജിത്തിനെ തന്റെ വീട്ടിലിട്ട് ഉണ്ണി ലോക്ക് ചെയ്തു. പിന്നെ അജിത്തിനെ ഉണ്ണി കണക്കിന് പെരുമാറുകയാണ്. അജിത്ത് തന്നെ അടിച്ച ദണ്ട് കൊണ്ടുവരെ അജിത്ത് ഉണ്ണിയെ ശരിക്ക് പെരുമാറിയിരുന്നു. വീടിന് പുറത്തായിരുന്ന റോഷി ഒച്ചയും ബഹളവും കേട്ട് പോലീസിനെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് പോലീസ് എത്തി ഉണ്ണിയുടെ വീടിന്റെ വാതിൽ തുറക്കുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി തല്ലുകൊണ്ട് അവശതയിൽ കസേരയിലിരിക്കുന്ന അജിത്തിനെ ആയിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. നാണക്കേടായതുകൊണ്ടും മറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടും തനിക്ക് പരാതിയില്ലെന്ന് അജിത്ത് പറഞ്ഞു. തനിക്കും ഒരു പരാതിയുമില്ല എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി. പോലീസ് പുറത്തേക്കിറങ്ങിയപ്പോ വീണ്ടും ആളാവാൻ ലിംഗം വന്നു. നടന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ദേഷ്യത്തിലായിരുന്ന SI ലിംഗന്റെ കരണം പുകച്ചൊന്നുകൊടുത്തു. അതോടെ ലിംഗന് മുതുങ്ങി അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ SI സ്റ്റേഷനിലേക്ക് തിരികെ പോയി. കുറച്ചു കഴിഞ്ഞ അവശതയിൽ അജിത്ത് വീട്ടിലേക്ക് ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ചുറ്റി നിന്നിരുന്ന കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അജിത്തിന്റെ അവസ്ഥ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കെത്തുമ്പോൾ അജിത്ത് കണ്ടത് മകളുമായി വീട് വിട്ടിറങ്ങിപ്പോകുന്ന തന്റെ ഭാര്യ ധന്യയായിരുന്നു. പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ധന്യയുടെ മകളുടെ പിറന്നാളാണ്. പാർട്ടിയിൽ പങ്കെടുക്കാൻ ഉണ്ണിയും റോഷിയും വന്നിരുന്നു. അജിത്തുമായി ധന്യ പിരിഞ്ഞു ജീവിക്കുകയാണ്. ധന്യയ്ക്ക് സ്വന്തമായൊരു ജോലിയുമുണ്ട്. അജിത്തിടയ്ക്ക് മകളെ കാണാൻ വരുമെന്നും മകൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്നും ധന്യ പറയുന്നുമുണ്ട്. യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്ന് പോന്നു. പഴയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുതിയിടത്തേക്ക് അജിത്തും റോഷിയും താമസം മാറ്റിയിരുന്നു. സന്തോഷത്തോടെ അവർ തങ്ങളുടെ ജീവിതം തുടരുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.